ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന ചിക്കൻ നഗറ്റ്സ് ആണ്. അപ്പോൾ ഒരു ചിക്കനൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് ബ്രസ്റ്റ് ഭാഗം മാത്രം നീക്കി വെച്ച് ഇതുപോലെ അങ്ങനെ ഉണ്ടാക്കി ഫ്രീസറിലാക്കി വെച്ച് കഴിഞ്ഞാൽ മീൻ കിട്ടാത്ത സമയത്തും ഇത് അവർക്ക് ഫ്രൈ ചെയ്ത് കൊടുത്താൽ നല്ല ഇഷ്ടമായിരിക്കും. അപ്പോൾ ഇതിന് വേണ്ടി ഞാൻ 1/2 കിലോ ചിക്കൻ ബ്രസ്റ്റാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ ചെറിയ കഷ്ണം ഇഞ്ചി, അതുപോലെ തന്നെ ഒരു 8-9 വെളുത്തുള്ളി, പിന്നെ ഒരു സവാളയുടെ പകുതി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക, 4 സ്ലൈസ് ബ്രെഡ് സൈഡൊക്കെ കട്ട് ചെയ്തിട്ടെടുക്കുക, 1 ടേബിൾ സ്പൂൺ നാരങ്ങാ നീരെടുക്കുക. ഇനി ഇതെല്ലാം കൂടി ബ്രെഡ് അടക്കം നമ്മൾ ഇതുപോലെ തന്നെ ഗ്രൈൻഡ് ചെയ്തിട്ടെടുക്കുക. ഇതിലോട്ടൊരു 1.5 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ കൂടി ഒഴിച്ചൊന്ന് നന്നായിട്ട് നമ്മളൊന്ന് കുഴച്ചെടുക്കണം. ഇതിൽ ഞാൻ നേരത്തെ മുളക് പൊടി ചേർത്തല്ലോ, അപ്പോൾ അതിന് പകരം കുരുമുളകിൻ്റെ പൊടി വേണമെങ്കിലും ചേർക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് കുഴച്ചേക്കണം. ഇനി ഒരു 10 മിനിറ്റ് മാറ്റി വെക്കാം. ഇനി ഒരു മുട്ട എടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് അതിലോട്ട് നമുക്ക് ഒരു 1/4 കപ്പോളം പാലൊഴിച്ചു കൊടുക്കുക. ഇനി വേണ്ടത് ബ്രെഡ് ക്രംസ് ആണ്. അപ്പോൾ അതെല്ലാവർക്കും അറിയുന്നതാണെങ്കിലും ബ്രെഡ് എടുത്ത് പൊടിച്ചതിന് ശേഷം പാനിലിട്ടിട്ടൊന്ന് ബ്രൗൺ കളർ വരുന്നത് വരെ, നല്ല ബ്രൗൺ ആവേണ്ട, നല്ലോണം ഒരു മൊരിഞ്ഞ് വരുന്ന സമയത്ത് ഓഫ് ചെയ്യുക. അതിലോട്ട് തണുത്തതിന് ശേഷം 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇപ്പോൾ ചിക്കൻ 10 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് അപ്പോൾ ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ ഇതുപോലെ തന്നെ അങ്ങനെ പരത്തിയെടുക്കുക. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ കുട്ടികളെ ആകർഷിക്കാൻ വേണ്ടി ഞാൻ ഇപ്പോൾ 2-3 ഷേപ്പിലൊക്കെ ആയിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. ഞാനിവിടെ ഇതുപോലെ ഹാർട്ട് ഷേപ്പ്, അതുപോലെ തന്നെ സ്റ്റാർ, പിന്നെ സാധാ നഗറ്റ്സ് ഷേപ്പ്, അങ്ങനെ 3 ഷേപ്പിലാണ് കട്ട് ചെയ്തെടുത്തത്. നിങ്ങളുടെ അടുത്ത് എന്ത് അച്ചാണോ ഉള്ളത് അതുപോലെ ചെയ്തേക്കുക. ഇപ്പോൾ ഇതെല്ലാം തന്നെ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഈ മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ബ്രെഡ് ക്രംസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ചിക്കൻ നഗറ്റ്സ് മുട്ടയിൽ മുക്കി പിന്നെ ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ട് പിന്നെ ഓരോന്നും മാറ്റി വെക്കാം. ഇന്നത്തെ ആവശ്യത്തിനുള്ളത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള ഇതുപോലെ ഒരു ബോക്സിലാക്കിയിട്ട് പിന്നീട് എടുക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. ഇനി ഇത് 2 മണിക്കൂർ ഫ്രീസറിൽ വെക്കണം. അതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്യാം. ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞ്, അപ്പോൾ എപ്പോഴും ആവട്ടെ ഇത് ഫ്രൈ ചെയ്യുന്നതിൻ്റെ ഒരു 2-3 മിനിറ്റ് മുന്നേ നമ്മളിതെടുത്ത് മാറ്റി വെക്കണം. എന്നിട്ട് ഇതുപോലെ തന്നെ ഓയിലിൽ ഒരുപാട് ഓയിൽ ഒഴിച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്യാൻ, അല്ലെങ്കിൽ ആ കളറൊക്കെ കണ്ട് ചേഞ്ചായി പോവും. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോഴാണ് ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. പിന്നെ അത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് എപ്പോഴും നല്ലത് ചെറിയ പാൻ വെക്കുക. എന്നിട്ട് അതിൽ പിന്നെ അപ്പോൾ ഓവറായിട്ട് നമുക്ക് ഓയിലിന് ചിലവും വരില്ല. കുറേശ്ശെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുത്താലും മതി. അപ്പോൾ ഇതുപോലെ ബ്രൗൺ ആകുമ്പോൾ നമുക്ക് എടുത്ത് മാറ്റാം. ഇതിലും കൂടുതൽ ടൈം ഓയിലിൽ ഇടരുത്, അപ്പോഴേക്കത് കളറൊക്കെ ഉണ്ട് ചേഞ്ചായി വരും. അപ്പോൾ ഇതാ ചിക്കൻ നഗറ്റ്സ് റെഡി. അപ്പോൾ ഇതെല്ലാവർക്കും ഇത് ചെയ്ത് നോക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഒരു ചിക്കൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ബ്രസ്റ്റ് മാറ്റി വെക്കുക, ഇതുപോലെ അങ്ങ് ചെയ്യുക. അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം കുട്ടികൾക്ക് ചിക്കൻ നഗറ്റ്സ് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ കഴിയും.